ഹേ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഒരു അറബൻ ഫ്രീ റൈഡ് വീഡിയോ ആണ് കേട്ടോ. സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് മേരി ജാൻ, അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. സോ ഇന്ന് നമ്മൾ ചെറിയൊരു അറബൻ ഫ്രീ റൈഡ് വീഡിയോ ആണ് സെറ്റ് ചെയ്യാൻ പോണത്. ഇന്ന് നമുക്ക് കുറച്ച് ലൊക്കേഷൻസ് പോകാനുണ്ട് മോനെ. സെറ്റ് കുറച്ച് സ്ഥലങ്ങൾ പോകാനുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഇതുകളും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മളിന്ന് കറങ്ങാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് എന്തായാലും കുറച്ച് ദൂരം ചവിട്ടണം കൈസ് ഇതും കൊണ്ട് കേട്ടോ. ഇത് തന്നെ നമുക്ക് ഇന്ത്യൻ വെർഷൻ ഓഫ് പമ്പ് ട്രാക്കിലേക്ക് പോകാം കേട്ടോ. പട്ടികൾ പണി തരും ഇല്ല, ഇവിടെ തൊട്ടാണ് തുടങ്ങാണ്. മോനെ ഇനിയൊരു റെയിൽവേ പാളം, എനിക്ക് റെയിൽവേ പാളം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാനി മെക്കാസ്കിലിൻ്റെ ആ റെയിൽവേ പാളത്തിൽ കൂടെയുള്ള ഒരിതില്ലേ, അത് ഓർമ്മ വരും കേട്ടോ. നമ്മൾ റൈഡ് ചെയ്ത് ഏകദേശം ഇരിഞ്ഞാലക്കുട ആ ഭാഗം ആ സൈഡ് ആവാറായിട്ട് കേട്ടോ. ഇതിപ്പോൾ റോഡ് പടി നടക്കണ സ്ഥലമാകുന്നുണ്ട്. ഡീവിയേറ്റ് ചെയ്ത് പോയാൽ ചുറ്റി പോകേണ്ടി വരും. സോ ഐ പ്രിഫർ, പിന്നെ നമ്മുടെ ഈ ബൈക്കാണുള്ളത്, പഞ്ചറാവെന്നുള്ള പേടി മാത്രം പേടിച്ചാൽ മതി, വേറൊന്നും പേടിക്കണ്ട. മോനെ സീൻ, ഇത് ഫുള്ള് ചെളിയാട്ടാ. ഇവിടുന്ന് പെട്ടെന്നുണ്ട് കേട്ടാ, ഇവിടെ വേറെ വഴിയില്ല. തീരുമാനമായതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഇടയക്കൂടെ നമുക്ക് കിടന്നിട്ട് ഇപ്പുറത്തി കൂടെ കിടക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആൾക്കാരുണ്ടാവും, ഇതേ പോണൊരു വണ്ടി എന്ന് വിചാരിച്ചാൽ നമ്മൾ അപ്പുറത്ത് കിടന്നു കഴിഞ്ഞാൽ ഒന്നാമത് എനിക്ക് ഈ റൂട്ട് വരാൻ ഭയങ്കര പേടിയാണ്. ഫുള്ള് ഈ പറഞ്ഞോണം ബസ്സുകാരൊക്കെ തോന്നിയോണം ഓടിക്കുക. ഇവിടെ തോന്നിയോണം വെച്ചാൽ തോന്നിയോണം. പിന്നെ അപ്പുറത്തെ വഴി ഇരിക്കുന്ന തീരുമാനമായില്ലോ. എന്ത് തേങ്ങത്, ഇത് ചെളിയല്ല കേട്ടാ, ചാക്ക അങ്ങനെ എന്തോ അടിപൊളിയാക്കി ഇട്ടിരിക്കണതാ. ചാക്കോ ചെളിയോ അങ്ങനെ എന്തോ ഉണ്ടാ. ഒരു 8 കിലോമീറ്റർ ലാഭിക്കാൻ നോക്കിയതാ. ദൈവമേ ഫുള്ള് ചെളിയാണല്ലോ. സത്യം പറയാല ഇങ്ങനത്തെ ചെളി കൂടെയാ ഇതിൽ കൂടെയൊക്കെ ഓടിക്കുമ്പോൾ സൈക്കിളിൻ്റെ ഇതിൻ്റെ പെർഫോമൻസാ മാറും കേട്ടോ. അതേസമയം പ്ലെയിൻ റോഡ് ആണെങ്കിലല്ലേ ആമ ഇതിനെക്കാട്ടും സ്പീഡിലാണ് പോവുക. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇപ്പം ഈ റോഡ് എത്തിയില്ലേ, ഈ റോഡ് എത്തി കഴിഞ്ഞാൽ ആമ എഴണോടാണ് എഴയട്ടാ ബൈക്ക്. അല്ലെങ്കിൽ നല്ല പുള്ളിങ്ങുള്ള വണ്ടി പോലെ ബും ഇങ്ങനെ കയറി പോകും. എനിക്കത് മനസ്സിലാണല്ലോ എന്താന്നുള്ളത്. അതുകൊണ്ടാണ് അവർ ഈ ബൈക്ക് കോമ്പാക്റ്റ് ആവണത്. കോമ്പാക്റ്റബിൾ ഫോർ മൗണ്ടൻ ബൈക്കിംഗ്, ഡൗൺ ഹിൽ ട്രയൽസ്, പമ്പ് ട്രാക്ക്, അതിനൊക്കെ അനുയോജിച്ച ബൈക്കാന്ന് പറയാൻ കാരണം കേട്ടോ. ഇതിൻ്റെ വെബ്സൈറ്റിൽ എനിക്കതാ തോന്നണേ. ഏതി കൂടെ കിടക്കാൻ പറ്റുമോ, വണ്ടിക്ക് കിടക്കാൻ പറ്റും തോന്നണല്ലോ. എൻ്റെ ബാക്കിലൊരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലില്ല, ആ വണ്ടിക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്. അപ്പോൾ ആളും എൻ്റെ പാത പിന്തുടർന്ന് വരായിരുന്നു. അപ്പോൾ ഞാൻ പറയേ ഇതിൽ കൂടെ വരാൻ പറ്റില്ല എന്ന്. അമ്മീ ഹാർഡ് ഗിയറിലായിരുന്ന ദൈവമേ, അയ്യോ വേഗപ്പുറത്തേക്ക് കിടക്കണല്ലോ.
സീൻ പെട്ട് പെട്ട് പെട്ട്. സോറി ചേട്ടാ, സോറി ചേട്ടാ. ഇതേ പോണു. ആ തെറ്റായി. സീൻ ഗൈസ്, എന്തൊക്കെ ദുർഘട പതയിൽ കൂടെ പോയാലാണ് ഒരു വീഡിയോ എടുക്കാൻ പറ്റാതുള്ളതാ. അങ്ങനെ ബുൾഡോസറിൻ്റെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ട് നമ്മളിപ്പോൾ ചൊവ്വൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചൊവ്വൂര് പാലം. പട്ടി കിടക്കുന്നുണ്ടല്ലോ. എനിക്ക് പേടിയാട്ടാ, പട്ടികളായ പേടി എനിക്ക്. ചാടി സൈക്കിളിൽ ചവിട്ടും പോട്ടാ. ഇതാണ് ചൊവ്വൂര് പാലം. സൈക്കിൾ ഓടണം സമയത്തേ ഇവിറ്റകൾ വന്ന് കടിക്കുമോന്ന് ഭയങ്കര പേടി എനിക്ക്. ബ്രോ സോ ഹമ്പുകൾ. നമുക്കിനി കുറച്ചുകൂടി ദൂരം കറങ്ങിയിട്ട് എന്തെങ്കിലും സംഭവം ട്രിക്കി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടുമോ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് പയ്യെ വൈൻഡപ്പ് ചെയ്യാട്ടാ. കുറച്ച് ദൂരം വേണമെങ്കിൽ പോവാം. ഗൈസ്, നമ്മുടെ വാർത്തകളിലും ഇതിലൊക്കെ ഒരു ബാങ്ക് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഓരോരുത്തന്മാർ കൈയിട്ട് വാരിയത് അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. എപ്പോഴും വാർത്തയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഈ സംഭവം. കരുവന്നൂർ ബാങ്ക്, ഇതാണ് കരുവന്നൂർ ബാങ്ക് കേട്ടോ. ഞാനിത് നല്ല കണ്ടുപരിചയമുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് വാർത്തകളിലൊക്കെ ഫേമസ് ആയിരുന്ന ബാങ്ക് അത്, കരുവന്നൂർ ബാങ്ക്. ഗൈസ്, നമ്മൾ അരനാട്ടുകര പള്ളിയിൽ ഒരു സംഭവം ചെയ്തില്ലേ, ക്ലീനായിട്ട് ഒരു ജമ്പ്. അതുപോലെ ഇതുപോലെ ഇവിടെയും ഒരു പള്ളിയുടെ സൈഡിൽ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ക്ലീനായിട്ടുള്ള സ്റ്റെപ്പ്. നോക്കിയോട്ടെ, ഇവിടെ കുർബാന നടക്കണല്ലോ. ഓ, ഇവിടെ നിന്ന് പഠിക്കാം. എൻ്റെ മോനെ സീനായിരുന്നു. ദൈവമേ, പെടലൂരിപ്പോയാ സീനാണല്ലോ. പെടലൂരിപ്പോയി. ദൈവമേ, മൾട്ടി ടൂളാണെങ്കിൽ എടുത്തിട്ടില്ല എന്നുകൊണ്ടിട്ടാ. ഇതെങ്ങനെ പെടലൂരിപ്പോയേ? ത്രെഡ് പോയതാണോ? ത്രെഡ് പോയത് ഹവേഴ്സ്. പണി നമ്പർ 1 കേട്ടോ. ഫസ്റ്റത്തെ പണി കിട്ടിയിട്ടുണ്ട്. പെടലൂരിപ്പോയിന്ന്. പെടൽ ത്രെഡ് ലൂസായി. ദൈവം, ഇനിയിപ്പോൾ ത്രെഡ് ചെയ്യേണ്ടി വരുമോ നോക്കട്ടെ. ഗൈസ്, ചെറിയൊരു പണി പാളിയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ത്രെഡ് പോയതാന്ന് തോന്നുന്നുണ്ട്. അറിയില്ല. ഞാനിപ്പോൾ ഇത് എന്തായാലും ടൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാക്കി പണി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. നോക്കട്ടെ ഗൈസ്. എല്ലങ്കി സെറ്റ് മിസ്സിങ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന്. ഓ, വൻ മണ്ടത്തര ഗൈസ്. സാധാരണ ഈ ബാഗിലുണ്ടാവുക എല്ലങ്കി സെറ്റ്, അതാണെങ്കിൽ കാണാനുമില്ല. പെട്ടുന്നുണ്ട്. നോക്കട്ടെ. ഇതിപ്പോൾ ഈ ഒരു കടയിൽ നിന്ന് പ്ലെയർ വാങ്ങിയിട്ട് സെറ്റ് ചെയ്യാൻ നോക്കണതാണ് കേട്ടോ ഞാൻ. എങ്ങനെയാണ് സംഭവം നോക്കട്ടെ. ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇത് ത്രെഡ് പോയി തന്നെയല്ലേ ഇത്? നിങ്ങൾക്കറിയാമെങ്കിൽ പറയട്ടെ. ത്രെഡ് സാധനം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിണ്ട് ഓരോരോ ഘട്ടങ്ങളായിട്ട് പോകുന്നതാ. ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കണ്. ഇത് വലിയ കുഴപ്പമില്ല. 3000 രൂപ 3500 രൂപ പെടലോ, അതിന് വലിയ പ്രശ്നമില്ല കേട്ടോ. അതിൻ്റെ ത്രെഡിന് കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ ത്രെഡ് കണ്ടോ, അത് പോയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. 14 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ നിൽക്കണത്. ഇനി ഞാനിത് എങ്ങനെ കൊണ്ടുപോകുന്ന ഞാൻ ആലോചിക്കണം. വെറുതെ സീൻ പോനേ പെട്ട്. എൻ്റെ ഗതി ആലോചിക്കണേ. പെടലില്ല. ഞാൻ ഒറ്റ ഇതിനെ ചവിട്ടിയിട്ട് പോണേട്ടാ. ദൈവമേ, സീൻ. ആരും ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല.
കാലത്ത് 7:30-8 മണി ആയിട്ടുള്ളൂ. ഒരാളെയും വിളിച്ചിട്ട് എടുക്കണില്ല, പണി ആയതുകൊണ്ട് കേട്ടോ. 14 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ. എനിക്ക് തോന്നണത് നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ ട്രിപ്പ് പോകണില്ല ഇടയ്ക്കിടയ്ക്ക്. അപ്പം അങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ ഇത് ഊരിയിട്ടുള്ള പ്രശ്നം തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് അറിയില്ല, എനിക്ക് അങ്ങനെ ഒരു ഗസ് ഉണ്ട്, അതായിരിക്കും. നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. അങ്ങനെ കുറേ നടന്ന് ഒരു ചേട്ടൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബൈക്കും കാര്യങ്ങളും ബാക്കിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പെഡലിൻ്റെ ഞാന് പോയി ചേട്ടാ, അതാണ് ഇഷ്യൂ ഉണ്ടായേ. അപ്പോൾ നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട്. ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ആളെ തരാന്ന് പറഞ്ഞു. എവിടെ ചേട്ടാ? ചേട്ടാണ് പോണം ഊരക എത്തിക്കുക. ഊരക മാസമായില്ലേ ചേട്ടാ? സോ ഗൈസ്, അങ്ങനെ ഫൈനലി സാധനം നമ്മുടെ വീട്ടിലെത്തി. 2 ടയറും ഊരി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ബൈക്ക് ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. ബൈക്ക് ഷോപ്പിൽ തുറന്നാണോ മുതലാളിയില്ലേ? എന്താ കണ്ണിന് പറ്റിയേ? ഒറ്റക്കണ്ണ് ആരെങ്കിലും പിടിച്ചാ? മുതലാളി ഞാൻ പറഞ്ഞ ഈ സാധനം ഇതില്ലേ? കുഴപ്പമില്ലല്ലോ, സെറ്റാണ്. പറയാനുള്ളതൊക്കെ ആ ഫോം വിളിച്ചിട്ട് ആളെന്റെ അതിൽ പറഞ്ഞിട്ടാ. ഇപ്പൊ മാന്യനായിട്ട് നിക്കണതാണ്. അപ്പൊ ഇത് സെറ്റ് ചെയ്യട്ടെ, എന്തിട്ടാ ചെയ്യാൻ പറ്റാന്ന് നോക്കട്ടെ. എന്തായാലും ഈ തുമ്പത്തെ ത്രെഡുകൾ പോയിട്ടുണ്ട്. ഞാൻ ടൈറ്റ് ചെയ്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് ഞാനിത് പോണേക്കാട്ട് മുന്നേ ഒരു വട്ടം ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രശ്നമായിരിക്കും എന്നാണ് പറയണത് കേട്ടോ. സോ ഇപ്പോ സാധനം ഓക്കെയാ, പ്രശ്നമില്ല അപ്പോ. അപ്പൊ തുമ്പത്തിയായിരുന്നു പൊട്ടിപ്പോയിണ്ടായിരുന്നത്. തുമ്പത്തെ ഏകദേശം തുമ്പത്തേക്കായിരുന്നു ഞാൻ പൊട്ടിപ്പോയിണ്ടായിരുന്നു. ഞാൻ 2 ഞാര് കാട്ടിയെന്നല്ലേ? അല്ലേ? അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ എന്ന് വിശ്വസിക്കാൻ കഴിച്ച്. വേറെ അല്ല, ഈ സാധനം ഒറ്റയ്ക്ക് കിട്ടില്ല. ഈ സാധനം മാത്രമായിട്ട് കിട്ടില്ലല്ലോ, പൈസ കൊടുക്കണ്ടേ? 11,000 രൂപ 12,000 രൂപ. അപ്പൊ ഈ സാധനം ഇപ്പൊ ടൈറ്റ് ചെയ്ത് നോക്കുമ്പോ ടൈറ്റ് ആവുന്നുണ്ട് കേട്ടോ. പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനൊരു പേടിച്ചിട്ട് വിപിൻ ചേട്ടാ, സ്വാഭാവികമായിട്ടും ഈ ക്രാങ്കും അതും ഇതും സെയിം ആയിട്ട് കിട്ടില്ല. ഒറ്റ ക്രാങ്കായിട്ട് കിട്ടില്ല, സെറ്റായിട്ടല്ലേ കിട്ടുള്ളൂ. തപ്പണ്ടി വരും കുറെ. ഇതിപ്പോ സെറ്റായി അല്ലേ? ഇനി ഇത് ലൂസായി പോയില്ലല്ലോ. എനിക്കന്ന് ലൂസായി പോരാ ചെയ്തേ. സെറ്റ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഒരു മൾട്ടി ടൂൾ എടുത്തിരുന്നെങ്കിൽ സംഭവം ശരിയായേനെ ഗൈസ്. അവിടെ വെച്ച് തന്നെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ഇത് സെറ്റായി. സെറ്റല്ലേ? സാധനം സെറ്റായിട്ടുണ്ട് കേട്ടോ. സെറ്റ്. കുറച്ച് കഴിയുമ്പോ വീണ്ടും വരാം ഞാൻ. നമ്മുടെ അർജുനും വന്നിട്ടുണ്ട് കേട്ടോ. അർജുൻ എത്ര കൊല്ലം കണ്ടിട്ട്? ഒരു കൊല്ലം, 1-2 ഉണ്ടോ? 1 കൊല്ലത്തിന് മേലെയുണ്ട് ഞാൻ കണ്ടിട്ട്. 1 കൊല്ലം എന്തായാലും ഉണ്ടാവും. അർജുന് വന്നിട്ടുണ്ട് കേട്ടോ. സോ ചെക്കനവിടെ പണിക്ക് ഇരുത്തിരിക്കുകയാണ്. സെറ്റല്ലേ? പിടിച്ചിരുന്നോളൂ. സോ ഗൈസ്, അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. സംഭവം സെറ്റായിട്ടുണ്ട് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആള് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ അപ്പീലില്ല. സംഭവം സെറ്റായിട്ടുണ്ടാവും കേട്ടോ. ആ ബുൾഡോസറിൻ്റെ ഇടയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട്. കാരണം ഇത് കുറേ ഓടിക്കഴിഞ്ഞാലേ പണിയാ. സാധനം ത്രെഡ് എങ്ങാനും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വൻ സീനാവും കേട്ടോ. ഞാൻ ടയറും കാര്യങ്ങളെല്ലാം ഊരി വെച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇനി ഇവിടെ സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡി ടു ഗോയ്സ്. എടാ മണ്ട ലൈറ്റില്ലടാ, ഇപ്പുറത്തേക്ക് വേടാ. റെഡി ടു ഗോയ്സ്. അപ്പോൾ സാധനം എന്തായാലും സെറ്റായിട്ടുണ്ട്. ഇനി കൂടുതലും ഓഫ് റോഡ് വീഡിയോസും അർബൻ ഫ്രീ റൈഡ് വീഡിയോസും ആയിരിക്കും നമ്മുടെ ചാനലിൽ വരാൻ പോണത്. സ്റ്റേ ട്യൂൺ ഗൈസ് ഫോർ കിടിലൻ അപ്ഡേറ്റ് വീഡിയോയ്ക്ക് ആയിട്ട്. വ്ളോഗിങ് ചാനൽ കാണാത്തവർ ചെക്ക് ചെയ്ത് നോക്കിയാൽ കേട്ടോ. വ്ളോഗിങ് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.